आपतापम् अवहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो നമാമ്യഹം. എല്ലാ കൊല്ലവും നടക്കുന്ന ശ്രീരാമനവമി മഹോത്സവം ഈ കൊല്ലവും ഇവിടെ എറണാകുളം ഹനുമാൻ കോവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 18 വരെയാണ് ഈ ഉത്സവം നടക്കുന്നത്. ഈ ഉത്സവ സമയത്ത് 2 വാക്ക് സംസാരിക്കാൻ എനിക്കും അവസരം ലഭിച്ചു. ഇവിടെ ശ്രീരാമചന്ദ്രൻ ചൈത്രമാസം ശുക്ലപക്ഷ നവമി തിഥിയിൽ പുണർദം നക്ഷത്രത്തിൽ അയോധ്യയിൽ ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായി ജനിച്ചു. ഈ രാമ അവതാരം നമുക്ക് പഠിക്കാനുള്ളതെന്തെന്നാൽ ശിക്ഷണം എന്ത് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ ഭഗവാന്മാരുടെ അവതാരം ദുഷ്ടസംഹാരത്തിന് വേണ്ടി എന്നതാണ്. ശ്രീരാമൻ്റെ കഥയിലൂടെ നാം മനസ്സിലാക്കുന്നത് കുംഭകർണനും രാവണനെയും വധിക്കുന്നതാണ്. പക്ഷേ അവിടെ ഒരു നീതിസാരം അടങ്ങിയിരിക്കുന്നത് എന്തെന്നാൽ നീതിസാരം അടങ്ങിയിരിക്കുന്നു. അത് നമ്മെ പഠിപ്പിക്കുന്നത് 3 വിഷയമാണ്. ലോകത്തിൽ പ്രധാനമായി 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന് സാത്വിക, രാജസ, താമസ. ഈ 3 ഗുണത്തിലും അവസാനമായി വിജയിക്കുന്നത് സാത്വിക ഗുണം തന്നെയാണ്. അതിന് ഭഗവാൻ നമുക്ക് ഉദാഹരണം കാണിച്ചു തന്നിരിക്കുന്നത് താമസ സ്വഭാവമുള്ള കുംഭകർണൻ എന്ന രാക്ഷസനെ വധിച്ചു. അവിടെ താമസ സ്വഭാവത്തെ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ രാജസ സ്വഭാവമുള്ള രാവണനെയും വധിച്ചു. അവിടെ രാജസ സ്വഭാവം പരാജയപ്പെട്ടു. ഒടുവിൽ അവിടെ വിജയിച്ചത് സാത്വിക സ്വഭാവമുള്ള വിഭീഷണൻ തന്നെയാണ്. ഒടുവിൽ വിഭീഷണനെ പട്ടത്തിലിരുത്തി പട്ടാഭിഷേകം ലങ്കയിൽ വച്ച് ശ്രീരാമചന്ദ്രൻ നടത്തി. ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള സാരം എന്തെന്നാൽ താമസ രാജസ സ്വഭാവങ്ങൾ നശിച്ച് നമുക്കെല്ലാവർക്കും സാത്വിക സ്വഭാവം ഭഗവാൻ നൽകട്ടെ എന്ന് ഈ ഉത്സവത്തിൽ ഞാനും എല്ലാവർക്കും വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീറാം. തിരുവിതാംകൂർ പെണ്ണുങ്ങൾക്ക് പേടിയോ? Side. Side.